തുടർക്കഥയാവുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. 4 മാസം കൊണ്ട് 100 പേർക്ക് രോഗം ബാധിക്കുകയും 20 പേർ മരിക്കുകയും ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നറിയിപ്പുകളും പാളി എന്ന വിമർശനം ശക്തമാണ്. പൊതുകുളങ്ങൾ കൃത്യമായ ക്ലോറിനേഷൻ നടത്തണമെന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും പല പൊതുകുളങ്ങളിലും ക്ലോറിനേഷൻ കൃത്യമായി നടക്കുന്നില്ല. മലിനജലാശയങ്ങളിൽ കുളിക്കരുതെന്നും വെള്ളം മൂക്കിലൂടെ കയറാതിരിക്കാൻ ജാഗ്രത വേണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, പുതിയ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? അഭിനിത, 100,000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് വളരെ വലിയ രീതിയിൽ തന്നെ ഈ രോഗം വ്യാപിക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ്. കഴിഞ്ഞ വർഷം 208 പേർക്കായിരുന്നു രോഗം ബാധിച്ചതെങ്കിൽ ഈ വർഷം 4 മാസം പിന്നിടുമ്പോൾ തന്നെ 100 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വിനിത. അതുമാത്രവുമല്ല, 20 പേർക്ക് ഇതിനോടകം തന്നെ മരണവും സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ബോധവൽക്കരണം നടക്കുന്നുണ്ട് എന്ന ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്ന സമയത്താണ് ഇത്രയധികം കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മരണനിരക്ക് വലിയ രീതിയിൽ കൂടുകയും ചെയ്തിരുന്നത്. ആദ്യ സമയത്ത് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒക്കെ പറഞ്ഞിരുന്നത്, ഈ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും മരണനിരക്ക് വളരെ കുറവാണ് എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ 100 പേർക്ക് രോഗം ബാധിച്ചത് 20 പേര് ഈ 4 മാസത്തിനിടെ, ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വിനിത. വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ പാളുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് വിനിത. എന്തായാലും ഈ കണക്കുകൾ പ്രതിരോധ നടപടികൾ പാളി എന്ന വിമർശനവും ഒരു ഭാഗത്തുണ്ട്.